ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റും നമ്മുടെ CIC-യുടെ പ്രസിഡന്റുമായിട്ടുള്ള സയ്യിദുൽ ഉമ്മ സാദിഖ് അലി തങ്ങളോട് ഞാൻ സമ്മതം ചോദിച്ചു. ആയിക്കോട്ടെ വൈക്കോളി എന്ന് പറഞ്ഞു. എക്സാം ബോർഡ് കൺട്രോളറാകാൻ പറഞ്ഞപ്പോഴും ഞാൻ തങ്ങളോട് സമ്മതം ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ പ്രശ്നമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല, പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് പറഞ്ഞാൽ മതിയോ. അങ്ങനെ സയ്യിദുൽ ഉമ്മയുടെ പെർമിഷനോട് കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം വാഫികൾ സംഘടിപ്പിച്ച ഷേഖുൽ ജാമിയയുടെ ഒരു അനുസ്മരണത്തിൽ മലപ്പുറം ജില്ലാ മുശാവറ അംഗമായ ഹംസ ഹൈത്തമി ഉസ്താദ് പങ്കെടുക്കുകയും അവിടെ തികച്ചും സമസ്തക്കെതിരെ, സമസ്ത ഈ അവസാന കാലത്ത് എടുത്ത തീരുമാനത്തിനെതിരെ, ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് ഈ അവസാന അദ്ദേഹത്തിൻ്റെ സായാഹ്നസന്ധിയിൽ എടുത്ത തീരുമാനത്തിനെതിരെ ശക്തിയുക്തം അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. പരിഹസിച്ചുകൊണ്ടും ആ തീരുമാനങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ടും പ്രസംഗിക്കുകയുണ്ടായി. ആ പ്രസംഗശകലങ്ങൾ ഇന്ന് വാഫികൾ വല്ലാതെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ നിജസ്ഥിതി നമ്മൾ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ട ഒരു അനിവാര്യത വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. ഖേദിക്കുന്നു. എന്തായാലും അദ്ദേഹം ഇതിൽ പറയുന്നത്, ഞാൻ ഈ പരിപാടിക്ക് പോകുന്നത് സയ്യിദുൽ ഉമ്മ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അനുമതിയോടുകൂടെയാണ് എന്ന്. ബഹുമാനപ്പെട്ട സമസ്ത നേരിട്ട് നടത്തുന്ന സ്ഥാപനമായ പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ മുദരിസ്, സമസ്തയുടെ മലപ്പുറം ജില്ലാ മുശാവറ അംഗമായ ഇദ്ദേഹം സമസ്ത വിലക്കിയ ഒരു പരിപാടിയിലേക്ക്, അല്ലെങ്കിൽ സമസ്ത മാറ്റി നിർത്തിയ ഒരു സംഘത്തിൻ്റെ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നത് ആരുടെ സമ്മതപ്രകാരമായിരിക്കണം? ശരിക്കും ആരുടെ അനുമതി പ്രകാരമായിരിക്കണം? ബുദ്ധിയുള്ള, ചിന്താശേഷിയുള്ള ജനങ്ങൾ വിലയിരുത്തണം. അത് സമസ്തയുടെ മുശാവറ മെമ്പർ പോലും അല്ലാത്ത സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സമ്മതത്തോടു കൂടെയാണ് എന്ന് പറയുമ്പോൾ അവിടെ സമസ്തനെ പുച്ഛിക്കുകയാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് നമ്മൾ കേട്ടോക്കാം. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ നമ്മൾ അനുസ്മരിക്കുന്നു എന്നതിൽ ചിലർക്ക് ചില അസ്വസ്ഥതകളോ ചില വിയോജിപ്പുകളോ ഒക്കെ പ്രകടിപ്പിക്കപ്പെട്ടതായിട്ട് കണ്ടു. തീർച്ചയായിട്ടും ആലിക്കുട്ടി ഉസ്താദിനെ വാഫികൾ അല്ലെങ്കിൽ CIC-ക്കാർ അനുസ്മരിക്കുന്നു എന്നതിൽ യഥാർത്ഥ സമസ്തക്കാർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകും. സ്വാഭാവികമാണ്. കാരണം ആലിക്കുട്ടി ഉസ്താദിൻ്റെ ജീവിതകാലത്ത് ആലിക്കുട്ടി ഉസ്താദിൻ്റെ വഴി തടഞ്ഞും ആലിക്കുട്ടി ഉസ്താദിൻ്റെ അവസാനത്തെ തീരുമാനങ്ങളെ പുച്ഛിച്ചും അത് പുറങ്കാലുകൊണ്ട് വലിച്ചെറിഞ്ഞും ഒക്കെ ആലിക്കുട്ടി ഉസ്താദിനെ വളരെയധികം നിന്ദിച്ച ഒരു വിഭാഗം ആലിക്കുട്ടി ഉസ്താദിനെ അനുസ്മരിക്കുന്നത് കുറുക്കൻ കോഴിയെ അനുസ്മരിക്കുന്നതിന് സമാനമാണ്. പരമാവധി കോഴിയെ ഉപദ്രവിക്കാൻ വേണ്ടി കുറുക്കൻ നടന്നു. എന്നിട്ട് ആ കോഴി ചത്തപ്പോൾ ആ കോഴിയെ അനുസ്മരിക്കുന്ന ഒരു കുറുക്കൻ്റെ കാർട്ടൂൺ ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഈ ഒരു അവസ്ഥയാണ് CIC-ക്കാർ ആലിക്കുട്ടി ഉസ്താദിനെ അനുസ്മരിക്കുന്ന അത് കണ്ടപ്പോൾ നമുക്ക് ഉണ്ടായൊരു ഫീല്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അങ്ങനെ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്, ഞങ്ങൾക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം ഈ അസ്വസ്ഥത പ്രകടിപ്പിച്ച അല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള സമസ്തക്കാർക്കെതിരെ തിരിയുകയല്ല വേണ്ടത് എന്നുള്ള സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാവണമായിരുന്നു. നോക്കൂ, നിങ്ങൾ വളാഞ്ചേരിയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് കടന്നു വരുന്ന സമയത്ത്, ആ കമ്മിറ്റി തീരുമാനം കഴിഞ്ഞ് കടന്നു വരുന്ന സമയത്ത് ആലിക്കുട്ടി ഉസ്താദിനെ, ആ വന്യവയോധികനായ ആലിക്കുട്ടി ഉസ്താദിനെ തടയുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്, വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ഈ ആലിക്കുട്ടി ഉസ്താദിനെയാണ് ഇപ്പോൾ ഇവരെ അനുസ്മരിക്കുന്നത്. അതാണ് രസം. ആ വീഡിയോയിൽ കാണുന്ന പല ആളുകളുടെയും ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും ആ ആലിക്കുട്ടി ഉസ്താദിനെ തടയുമ്പോൾ അവിടെ ഉസ്മാൻ ഫൈസി, അദ്ദേഹത്തിൻ്റെ ഖാദിമായ ഉസ്മാൻ ഫൈസി പറയുന്നുണ്ട് ആലിക്കുട്ടി ഉസ്താദിന് ഷുഗർ ഉള്ളതാണ്, അദ്ദേഹത്തിന് തടയാൻ പറ്റില്ല, അദ്ദേഹത്തിനെ വിടണം എന്ന് അപേക്ഷിച്ചിട്ടാണ് അവിടുന്ന് ഫസ്റ്റിൽ ആലിക്കുട്ടി ഉസ്താദിനെ വിട്ടയക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ വിവാദമായ വൈറലായ ആ MT ഉസ്താദിനെ തടയുന്നതും MT ഉസ്താദിന് നേരെ കയ്യോങ്ങുന്നതുമൊക്കെയായ ചില രംഗങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നും പ്രചരിക്കുന്നുണ്ടല്ലോ. ആ രംഗങ്ങളൊക്കെ അരങ്ങേറിയത് ആദ്യം ഇവർ തടഞ്ഞത് ആലിക്കുട്ടി ഉസ്താദിനെയാണ്. ഈ ആലിക്കുട്ടി ഉസ്താദിനെ തടഞ്ഞ ആളുകളാണ് ഈ അനുസ്മരണം നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കൂലേ, അതിന് അസ്വസ്ഥത എന്നൊക്കെ പറയുന്നതിന് പകരം സ്വന്തത്തിനെന്തെങ്കിലും തകരാറുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന സാമാന്യ ബോധമെങ്കിലും ആദ്യം ഉണ്ടാവണമായിരുന്നു. ഇനി അദ്ദേഹം ബാക്കി കാര്യം പറയട്ടെ. അങ്ങനെ അവർ പോയതിന് ശേഷം ആലിക്കുട്ടി ഉസ്താദിൻ്റെ റൂമിലേക്ക് ജാമിയയിലെ ഉസ്താദായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകൻ റിയാഉദ്ദീൻ ഫൈസി, ആലിക്കുട്ടി ഉസ്താദിൻ്റെ മരുമകൻ കൂടിയാണല്ലോ, റിയാഉദ്ദീൻ ഫൈസി ഉസ്താദ് ആലിക്കുട്ടി ഉസ്താദിൻ്റെ റൂമിലേക്ക് ചെന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി
അൽഹംദുലില്ലാഹ് ഈ പ്രശ്നത്തിനൊരു പരിഹാരമായി, നമ്മുടെ വാഫി പ്രശ്നത്തിന് പരിഹാരമായി. ഹക്കീം ഫൈസിന്റെ രാജി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഹക്കീം ഫൈസിന്റെ രാജി സ്വീകരിക്കും. എന്നിട്ട് ചെറിയാപ്പാനെ സെക്രട്ടറി ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടുകൂടി പ്രശ്നം തീർന്നു കിട്ടുമല്ലോ. നമ്മളെ കുട്ടികളാകെ പ്രശ്നത്തിലായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് വളരെ സന്തോഷം. ഉസ്താദിന്റെ മുഖത്ത് ആ സന്തോഷം ഞങ്ങൾക്കൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ചെറിയാപ്പ എന്നാണ്, ചെറിയാപ്പ വരുന്നുണ്ട്. ആലിക്കുട്ടി ഉസ്താദ് ചെറിയ മരുമകനായിട്ടുള്ള ഹബീബുല്ലാ ഫൈസിനെ വിളിക്കാറുള്ളത്. അപ്പോ മറ്റേ മരുമകനോട് ഈ മരുമകൻ സെക്രട്ടറി ആകുന്ന സന്തോഷം, വാഫി മരുമകൻ സെക്രട്ടറി ആകാന്നുള്ള സന്തോഷമല്ല, ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമല്ലോ എന്ന സന്തോഷം. വളരെയധികം സമസ്തയെ പ്രതികൂലമായി ബാധിച്ചിട്ടുള്ള ഈ പ്രശ്നം ഇതോടുകൂടി തീരുമല്ലോ എന്ന സന്തോഷമാണ് ഉസ്താദിന്റെ സംസാരത്തിലും ഉസ്താദിന്റെ പെരുമാറ്റത്തിലും മുഖത്തുമൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ കേൾക്കുന്നത് അതിൽ പ്രതിഷേധിച്ച് ആലിക്കുട്ടി ഉസ്താദ് അതിന്റെ അഡ്വൈസറി ബോർഡ് സ്ഥാനം രാജിവെച്ചു എന്നാണ്. തങ്ങൾ ഉസ്താദും ആലിക്കുട്ടി ഉസ്താദും രാജിവെച്ച വാർത്തയാണ് പിറ്റേന്ന് വരുന്നത്. അതിനെക്കുറിച്ചുള്ള ചാനൽ ചർച്ചയിലാണ് ഒരു മാന്യദേഹം മൂർഖനെ മാറ്റി കരിമൂർഖനെയാക്കി എന്നൊക്കെ പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ആലിക്കുട്ടി ഉസ്താദ് സന്തോഷിച്ചു, വളരെയധികം സന്തോഷിച്ചു. അതിന് ഹക്കീം ഫൈസി രാജിവെച്ചു, ആ രാജി സ്വീകരിച്ചു എന്ന കാര്യത്തിൽ. ഹബീബുള്ള ഫൈസി അതോടൊപ്പം ജനറൽ സെക്രട്ടറി ആക്കി. ഈ കാര്യത്തിലാണ് സന്തോഷിച്ചത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്ന് പറയുമ്പോൾ സമസ്തൻ്റെ കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു. അത് ഹക്കീം ഫൈസി രാജിവെച്ചതോടുകൂടെ അതിന് ആശ്വാസമായി. അപ്പോൾ ഹക്കീം ഫൈസിയുടെ രാജി ആണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ ഏറെ സന്തോഷിപ്പിച്ചത് എന്ന് മനസ്സിലായി. അത് ഇദ്ദേഹം തന്നെ പറഞ്ഞു. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചത്? അതേ ഹക്കീം ഫൈസിയെ തിരിച്ചെടുത്തത് ആരാണ്? ആലിക്കുട്ടി ഉസ്താദാണ്. അത് ആലിക്കുട്ടി ഉസ്താദിൻ്റെ സമ്മതപ്രകാരമായിരുന്നു. ഇപ്പോൾ ഹക്കീം ഫൈസി ആരാണ്? CACയുടെ സെക്രട്ടറിയായി തുടരുന്നു. ആരുടെ അനുമതിയോടെ? ആരാണ് അദ്ദേഹത്തെ സെക്രട്ടറി ആക്കിയത്? സമസ്തയുടെ അനുമതിയോടെയാണോ? പിന്നെ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ യാഥാർത്ഥ്യം കറക്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞു. പിറ്റേന്ന് ആലിക്കുട്ടി ഉസ്താദ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെച്ചു, CACയിൽ നിന്ന് രാജിവെച്ചു. നോക്കണം നിങ്ങൾ, ആ സമയത്ത് സന്തോഷിച്ച ആലിക്കുട്ടി ഉസ്താദ് പിറ്റേന്ന് രാജിവെക്കണമെങ്കിൽ ആലിക്കുട്ടി ഉസ്താദ് സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിൽ ആലിക്കുട്ടി ഉസ്താദ് ഈ കാര്യം, അതായത് ഹക്കീം ഫൈസി രാജിവെച്ചു എന്ന കാര്യത്തിൽ സന്തോഷിച്ചെങ്കിൽ പിറ്റത്തെ ദിവസമാകുമ്പോഴേക്ക് ആലിക്കുട്ടി ഉസ്താദ് തിരിച്ചറിയുകയാണ് എന്ത്? അദ്ദേഹത്തിൻ്റെ മരുമകനായ ഈ ഹബീബുള്ള ഫൈസി എന്ന് പറയുന്ന ആൾ സമസ്തക്കെതിരെ പോസ്റ്റിട്ട, സമസ്തയുടെ പണ്ഡിതന്മാർക്കെതിരെയും സമസ്തയുടെ പ്രവർത്തകന്മാരെയും പരിഹസിച്ചുകൊണ്ട് അവരെ ശുനകന്മാരായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പോസ്റ്റിട്ട വ്യക്തിയാണ്. അതുകൊണ്ട് സമസ്ത കൂടി തീരുമാനിച്ചു, സമസ്ത എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചു. അങ്ങനെ ആലിക്കുട്ടി ഉസ്താദും ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും അതിൽ നിന്ന് രാജിവെച്ചു. ഈ രാജിയല്ലേ നിങ്ങൾ അംഗീകരിക്കേണ്ടത്? ഇതല്ലേ ആലിക്കുട്ടി ഉസ്താദിൻ്റെ പിന്നീട് വന്ന ഫൈനൽ തീരുമാനം? അതിനു മുമ്പ് സന്തോഷിച്ചു എന്ന കാര്യം അത് ഹബീബുള്ള ഫൈസിയെ ആക്കിയതിലാണ് എന്ന് വരുത്തി തീർത്ത് നിങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കണം. ഇനി എന്താണ് ഹബീബുള്ള ഫൈസി പറഞ്ഞത് എന്ന് നിങ്ങൾ തന്നെ പറയൂ. സോഷ്യൽ മീഡിയയിൽ ചെറിയൊരു കുറിപ്പിട്ടത്, എല്ലാ പ്രശ്നങ്ങളും തീർന്നു, ഇനിയും പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്ന ശുനകന്മാരുണ്ടെങ്കിൽ ഓളിയിട്ടോട്ടെ എന്ന് അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു കുറിപ്പാണ് മൂപ്പർ ആകട്ടിട്ടുള്ളത്, നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. വേറെ എന്തെങ്കിലും മൂപ്പർ എഴുതലുണ്ടോ? സംസ്ഥാനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. സംസ്ഥാനെ കുറിച്ച് വേറെ ഒന്നും പറയണ്ട, ഇത് മാത്രം പറഞ്ഞാൽ അത് ചെറിയൊരു കുറിപ്പ്, ചെറിയ കുറിപ്പാണ്. ചെറിയ കുറിപ്പിൽ എന്താ പ്രയോഗിച്ച പ്രയോഗം? ശുനകന്മാർ ഓരിയിടട്ടെ. അത് ഏത് പശ്ചാത്തലത്തിലായിരുന്നു എന്ന് കൂടെ മനസ്സിലാക്കണം. കൃത്യമായിട്ട് സമസ്തക്കും സമസ്തയുടെ പണ്ഡിതന്മാർക്കും സമസ്തയുടെ പ്രവർത്തകന്മാർക്കുമെതിരെയാണ് ആ ശുനകൻ പ്രയോഗം നടത്തിയത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അദ്ദേഹത്തെ കരിമൂർഖൻ പ്രയോഗമൊക്കെ നടത്തിയത്. സത്യത്തിൽ അദ്ദേഹത്തെ കരിമൂർഖൻ എന്ന് വിളിച്ചാൽ പോരാ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനൊക്കെ. കാരണം സമസ്തയുടെ പ്രവർത്തകന്മാർ അദ്ദേഹം വിളിച്ചത് ശുനകന്മാർ എന്നാണ്. അപ്പോൾ ഈ ശുനക പ്രയോഗം നടത്തുന്നതിനേക്കാളൊക്കെ ഭേദപ്പെട്ട പ്രയോഗമാണ് ഈ കരിമൂർഖൻ പ്രയോഗം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം തന്നെ പറഞ്ഞത് നന്നായി. അപ്പോൾ അതാണ് അതിനുള്ള കാരണം, മനസ്സിലായല്ലോ. അപ്പോൾ അത് ആലിക്കുട്ടി ഉസ്താദ് കൃത്യമായി മനസ്സിലാക്കി. ആലിക്കുട്ടി ഉസ്താദ് അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുള്ള കാലത്ത് തന്നെ, നല്ല ചിന്താശേഷിയുള്ള കാലത്ത് തന്നെ എടുത്ത തീരുമാനമാണത്. അത് അംഗീകരിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. അതിന് കൊഞ്ഞനം കുത്തല്ല വേണ്ടത്, അതിനെ പരിഹസിക്കല്ല വേണ്ടത്. അതിനാണോ ഈ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്? നിങ്ങളവിടെ അനുസ്മരണം നടത്താനാണോ പോയത്? അല്ലെങ്കിൽ ആലിക്കുട്ടി ഉസ്താദിൻ്റെ കുറ്റം കുറവും കണ്ടെത്താനാണോ പോയത്? സമസ്തയുടെ കുറ്റം പറയാനാണോ പോയത്? അവിടെ MT ഉസ്താദിനെ തള്ളി പറയാനാണോ നിങ്ങൾ പോയത്? ഇവരൊക്കെ നിങ്ങളുടെ അധ്യാപകരല്ലേ, ഗുരുനാഥന്മാരല്ലേ? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഗുരുനാഥന്മാരാണല്ലോ അവരൊക്കെ. ഇനി അദ്ദേഹം അടുത്ത ഭാഗം പറയട്ടെ. അന്ന് റിയാദ്ദീൻ ഫൈസിയും ഞാനും കൂടിയിട്ട്
ഹക്കീം ഉസ്താദിനെ സുന്നി മഹൽ വെച്ച് കണ്ട് സംസാരിച്ചു. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കുക, അതുകൊണ്ട് അതിൽ നിങ്ങൾ വാശി പിടിക്കല്ലേ, കല്യാണം നടത്തുകയാണെങ്കിൽ നടത്തിക്കോട്ടെ എന്ന് ഒന്നൊന്ന് പറഞ്ഞളി. പിന്നെ നമുക്ക് നടത്തിയാലും നടത്തിയില്ലെങ്കിലും അത് പിന്നെ നമ്മളെ സൗകര്യം പോലെ ചെയ്യാം. ഇങ്ങനെയൊന്ന് പറഞ്ഞിട്ടളിന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ടവരോട് ആവശ്യം. അവിടെ കേട്ടെ. അപ്പോൾ ഹക്കീം ഫൈസിയോ കണ്ടിട്ട് ഇവർ പറഞ്ഞതെന്താണ്, ആ വിവാഹപ്രായ വിഷയത്തിൽ, അതായത് പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാൻ അനുവദിക്കുന്നില്ല വഫിയകളായ പഠിക്കുന്ന കുട്ടികളെ. ചെയ്തയക്കാനുള്ള നിക്കാഹിന് പോലും സമ്മതിക്കാത്ത ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ. അത് പിന്നീട് ഇവർ ആക്സെപ്റ്റ് ചെയ്തു, സമസ്തയുടെ തീരുമാനം അംഗീകരിച്ചു, അതൊക്കെയാണ്. പക്ഷേ ആ വിവാദം നിലനിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ നിങ്ങൾ നോക്കണം. തൽക്കാലം സമ്മതിച്ചാൽ പിന്നെന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ചെയ്തു കൊടുക്കുക. അപ്പോൾ സംസ്ഥാനം അങ്ങനെ പറ്റിക്കാൻ നമുക്ക് എന്നാണ് മൂപ്പര് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്. ഒരു പൊതുവേദിയിലാണ് പ്രസംഗിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ശരിക്ക് ഈ വേദിയിൽ പ്രസംഗിച്ച് പരിചയമില്ലാത്തത് കൊണ്ടാണോ ക്ലാസ്സിൽ പറയുന്നത് പോലെ ഇങ്ങനെ എല്ലാം തുറന്നു പറഞ്ഞാൽ അതുകൊണ്ട് കൂടെ നിങ്ങൾ ചേർത്തി പറഞ്ഞ മാന്യദേഹം ബഹുമാനപ്പെട്ട ലിയാവുദ്ദീൻ ഫൈസി പോലും പ്രതിരോധത്തിലാവും. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുത്തു, ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു, സംസ്ഥാനം നമുക്ക് നൈസായിട്ട് പറ്റിക്കാം. പക്ഷേ അതിന് പോലും അദ്ദേഹം വഴങ്ങിയില്ല. എന്താണ് കാരണം അദ്ദേഹം പറഞ്ഞത് എന്നൊന്ന് പറയട്ടെ. ഇഷ്ടപ്പെട്ടു, ഈ പ്രശ്നം എങ്ങനെയാലും പരിഹരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. അപ്പൊ അന്ന് മൂപ്പര് ഞങ്ങളോട് പറഞ്ഞത്, ഇത് എന്റെ ആവശ്യമല്ല, പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും നിരന്തരം സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ചർച്ച ചെയ്ത് സെനറ്റ് തീരുമാനം എടുത്തതാണ്, എന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. ഏതായാലും നിങ്ങളൊക്കെ ഇതിന്റെ ഗുണകാംക്ഷികളായി എന്നോട് പറഞ്ഞതുകൊണ്ട് അടുത്ത സെനറ്റിൽ ഞാൻ ഈ വിഷയം വെച്ച് അതിൽ തീരുമാനമാക്കാൻ ശ്രമിക്കാം. പക്ഷേ അതുകൊണ്ട് ഈ പ്രശ്നം തീരും നിങ്ങൾ വിചാരിക്കരുത് എന്ന് ഹക്കീം ഫൈസി ഞങ്ങളോട് പറഞ്ഞാണ്. അതുകൊണ്ട് ഈ പ്രശ്നം തീരും നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ വേറെ എന്തെങ്കിലും പറയുന്നു. അതുകൊണ്ട് ഈ പ്രശ്നം തീരുമെന്ന് വിചാരിക്കരുത്. അപ്പോൾ അവർ വേറെ എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞാൽ ഹക്കീം ഫൈസി അതിന് മാത്രമുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പറയാനുള്ളത്. ഒരാൾക്കെതിരെ വെറുതെ ഒരു ആരോപണം ഒന്നും ഉന്നയിക്കാൻ പറ്റില്ലല്ലോ. ജനങ്ങളെ ഈ കേൾക്കുന്ന ആളുകൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ. എന്തെങ്കിലും വെറുതെ ആരോപണമാണെങ്കിൽ സമസ്തൻ്റെ പ്രവർത്തകർ നേതാക്കന്മാരുടെ ഒപ്പം നിൽക്കുമോ? മൈക്ക് കെട്ടിയിട്ട് പൊതുജനങ്ങളോട് അല്ലെങ്കിൽ പത്രത്തിലൊക്കെ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണോ? ഒരു കാരണവുമില്ലാതെ ഒരു മനുഷ്യൻ്റെ പേരിൽ ആരോപണം ഉന്നയിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് മാത്രമുള്ള മൂപ്പർ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കാരണം അപ്പോൾ ഇനിയും വരും എന്ന് മൂപ്പർക്ക് തന്നെ അറിയാം. പിന്നെ ഇദ്ദേഹം പറയുന്നത് സെനറ്റ് കൂടി തീരുമാനിച്ചതാണ്. സെനറ്റിൻ്റെ മേലെയാണ് സമസ്ത, അതാണ് ഭരണഘടനയിലുള്ളത്. സെനറ്റ് കൂടി തീരുമാനിച്ചത് തിരുത്താൻ പറ്റില്ല. സമസ്ത പറഞ്ഞിട്ട് അത് തിരുത്താൻ പറ്റില്ല. അതിന് കാരണം പറയണത് എന്താ? അത് സെനറ്റ് കൂടി തീരുമാനിച്ചാണ്. ഭരണഘടനയിലുള്ളതോ സെനറ്റിനേക്കാൾ മേലെയാണ് സമസ്ത എന്നാണ്. അപ്പോൾ സെനറ്റിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് സമസ്ത പറഞ്ഞതിനെയാണ്. അപ്പോൾ അവിടെ ഏത് കോളേജുകൾ കൂടി തീരുമാനിച്ചാലും സെനറ്റ് കൂടി തീരുമാനിച്ചാലും സമസ്ത ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സെനറ്റ് അതിൽ നിന്ന് പിന്മാറണം. അതാണല്ലോ നിയമം. പക്ഷേ അവിടെയും വാശി പിടിച്ച് കുറേ കാലം ഹൈദരലി ശിഹാബ് തങ്ങളെ പ്രയാസപ്പെടുത്തിയത് ശരിയല്ലേ? അതൊക്കെയല്ലേ ഉസ്താദ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ജനങ്ങൾക്ക്. എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ ഓരോന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഞങ്ങൾ മറുപടി പറയാൻ നിർബന്ധിതരാവില്ലേ? ഇനി 600 പേജിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അന്ന് കേട്ട് നോക്കി നിങ്ങൾ. രസാവഹമായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ക്യാപ്സൂൾ മൂപ്പർ ഉണ്ടാക്കി വെച്ചത് നമുക്കൊന്ന് ശരിയാക്കാം. ഒന്ന് കേട്ട് നോക്കി. അത് ഈ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രയോഗം നടത്തിയതല്ലേ? നിങ്ങൾ സുബഹിക്ക് ഖുനൂത്ത് ഓതുമ്പോൾ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മിയി, അക്ഷരം പോലും പഠിക്കാത്ത നബി എന്ന് പറഞ്ഞുകൊണ്ടല്ല നിങ്ങൾ സലാത്തിലാണത്. മൂപ്പര് 600 പേജെങ്കിലും പഠിച്ചു എന്ന് പറയണില്ല. നിങ്ങളിലേറെ ഭേദമല്ലേ മൂപ്പര്? അതിലേറെ വലിയ പ്രവാചകൻ നിന്ന് നടത്തുന്നത് നിങ്ങളല്ലേ എന്ന് ഞാൻ ഒന്നിലധികം മുഷാവറ മെമ്പർമാരോട് ഞാൻ ചോദിച്ചു. അപ്പൊ നിങ്ങളിപ്പോ അതിന് ന്യായീകരണമായിട്ട് ഓരോന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഒരു മുഷാവറ മെമ്പർ. വേറെ മുഷാവറ മെമ്പർ ഒക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചു നിൽക്കുകയും ചെയ്തു. കേട്ടല്ലോ നിങ്ങൾ. അപ്പോൾ ബഹുമാനപ്പെട്ട മുഷാവറ അംഗങ്ങൾ പോലും ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ സ്തംഭിച്ചു പോയെന്ന്. അപ്പോൾ അത്രയും ഊക്കുള്ള ചോദ്യമാണ് ചോദിച്ചത്. അതായത് നബിയിൽ ഉമ്മി, അക്ഷരം പോലും പഠിക്കാത്ത നബി എന്നല്ലേ നമ്മൾ കുനൂത്തിലും മറ്റുമൊക്കെ പറയുന്നത്, സ്വലാത്തിലൊക്കെ. അതുപോലെയല്ലേ ഈ 600 പേജ്? അതിനേക്കാൾ കുറച്ചും കൂടി മെച്ചല്ലേ 600 പേജ് എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നബിയിൽ ഉമ്മി അദ്ദേഹത്തിന് അത് അറിയാഞ്ഞിട്ടല്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. നബിയിൽ ഉമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് ലഭിക്കുന്ന ആ സമയത്ത് എഴുത്തും വായനയും അറിയാത്ത ആളായിരുന്നു. അതിനെ സൂചിപ്പിക്കുക നബിതങ്ങളുടെ മുഅ്ജിസത്ത് കൂടിയാണ്. എന്നിട്ട് കൂടി ഖുർആൻ നബിതങ്ങൾ പാരായണം ചെയ്തു. അതൊരു അത്ഭുതമാണ്. അത് ആ മുഅ്ജിസത്തിനെ സൂചിപ്പിക്കാനാണ് ഇന്നും നമ്മൾ ആ നബിയിൽ ഉമ്മിയെ എന്ന് പറയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതകാലം മുഴുവൻ ഉമ്മിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ അങ്ങനെയാണ് നമുക്ക് തോന്നുക. അതിന്
കൃത്യമായി പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട്. അൽ ഉമ്മിയു ഫി കലാമിൽ അറബ് ഹുവല്ലദീ ലാ യഖ്റഉ വലാ യക്തുബ് വൽ ഖിറാഅത്തു വൽ കിതാബത്തു ഇന്നമാ ഹിയ വസീലത്തുൻ മുഅയ്യനത്തുൻ അലാ ഇക്തിസാബിൽ ഉലൂമി. അതായത് ഉമ്മി എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയാത്ത ആൾ എന്നാണ്. സാധാരണഗതിയിൽ വിദ്യ അഭ്യസിച്ചെടുക്കുന്നതാണ് ഈ എഴുത്തും വായനയും. എന്നാൽ വഹുവ ഹാസിലുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ വഹീൽ ഇലാഹി വൽ ഇൽമിൽ ലദുന്നി റബ്ബാനി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് നുബുവത്ത് കിട്ടിയതിന് ശേഷം അള്ളാഹു തആല ഇട്ട് കൊടുത്തു, അത് വഹിയിലൂടെ ഇട്ട് കൊടുത്തു. പിന്നെ നബി തങ്ങൾക്ക് എഴുതാൻ അറിയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹിയിലൂടെ ലദുന്നിയായ ഇൽമിലൂടെ റബ്ബാനിയായ ഇൽമിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതുമായിരുന്നു, വായിക്കുമായിരുന്നു, എല്ലാം അറിയാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാത്തതായി ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ലോകത്ത് അറിയാത്തതായി ഒന്നുമില്ല. നബിയിൽ ഉമ്മി എന്ന് പറയുന്നത് ആ മൗജിസത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് കിട്ടുന്ന ആദ്യ അവസരത്തിലുള്ള ആ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലം മുഴുവൻ ഉമ്മിയല്ല. ഉമ്മിയല്ല എന്ന് പറഞ്ഞാൽ തീരെ എഴുത്തും വായനയും അറിയാത്ത ആളല്ല. ഇലാഹിയായ വഹിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുത്തും വായനയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഇക്തിസാബിലൂടെ വിദ്യ അഭ്യസിച്ച് ഗുരുനാഥന്മാരിൽ നിന്ന് നമ്മളൊക്കെ പഠിക്കുന്നത് പോലെ പഠിച്ച് എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ച ആളല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെയാണോ 600 പേജിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിവിശാലമായ അറ്റമില്ലാത്ത വൈജ്ഞാനികമായിരിക്കുന്ന കടലിനെ ഉപമിക്കുന്നത്, അതിലേക്ക് ചുരുക്കുന്നത്? 600 പേജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിലാകെ പഠിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ 12,000 പേജ് പഠിച്ചിട്ടും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിലേക്ക് എത്തുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ പറഞ്ഞ പ്രയോഗത്തിൽ നബി വന്നുപോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിന്ദിക്കുന്ന തരത്തിലുള്ള പ്രയോഗം വന്നുപോയി എന്നാണ്. അപ്പോൾ അതൊക്കെ ഇദ്ദേഹത്തിന് അറിയാം. ഇതിൻ്റെ തഫ്സീറുകളിലുള്ളതാണ് ഞാൻ വായിച്ചത്. ഇനിയും അതിൻ്റെ തഫ്സീറുകൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഉമ്മി എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ. അപ്പോൾ അതൊന്നും അറിയാത്ത ആളുകളൊന്നുമല്ല വരിക. അപ്പോൾ എന്തിനെ ന്യായീകരിച്ച് അങ്ങോട്ട് വശത്താക്കുക, അതിന് വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹത്തെ അവിടെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കർത്തവ്യം അദ്ദേഹത്തിന് നിറവേറ്റണമല്ലോ. അപ്പോൾ അത് അവിടെ ന്യായീകരിച്ച് മെഴുകുക എന്നല്ലാതെ ഇതിനെയും അതിനെയും കൂടി ഒരിക്കലും കൂട്ടിക്കെട്ടാനാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് പഠിച്ച ഖുർആനാണെങ്കിൽ 600 പേജല്ല പഠിച്ചത്. പേജുകളിൽ അതിനെ ക്ലിപ്തമാക്കുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ ആ ഒരു തെറ്റ്, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലും ചെറുതാക്കുന്ന ഒരു പ്രവണത, അത് നിങ്ങളെപ്പോലുള്ള ആളുകളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കപ്പെടുന്നതല്ല. നിങ്ങളത് തിരുത്തണം. നിങ്ങൾ ഇത്തരം തെറ്റിദ്ധാരണകളിൽ നിന്ന് മാറി നിൽക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗത്തിനുള്ള മറുപടി 2ാം പാർട്ടിൽ വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.